നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-ന്റെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ടവൻ, പെണ്ണുമ്പിള്ളയ്ക്ക് സീറ്റ് ഉണ്ടാക്കാൻ നാറിയ പണിയെടുത്തിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലം കൊണ്ട് തൊലപ്പിച്ചവൻ. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് CPM-കാരുടെ പൂര തെറിവിളിയാണ്. ഗോവിന്ദൻ അധികപ്പറ്റാണ്, കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കാതെ ഇറങ്ങിപ്പോടോ. കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും വർഗവഞ്ചകനെന്ന് അധിക്ഷേപിച്ച MV ഗോവിന്ദനെ വലിച്ചു കീറി വിട്ട് G സുധാകരൻ MLA. ഗോവിന്ദനാണ് വർഗവഞ്ചകനെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് സുധാകരൻ പൊട്ടിത്തെറിച്ചു. ഗോവിന്ദനെ G സുധാകരന്റെ വായിൽ കൊണ്ടിട്ട് കൊടുത്തത് MV ജയരാജനാണ്. തെറ്റിതിരുത്തിയാൽ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് MV ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് അടിച്ചു. ഇത് കേട്ട പാതി ചാടി ഇറങ്ങി അവർ വർഗവഞ്ചകർ, പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് MV ഗോവിന്ദൻ തിരിച്ച് ഡയലോഗ് അടിച്ചു. ആരോട് ചോദിച്ചിട്ടാണ് തിരികെ വരാമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ച് ഗോവിന്ദൻ ജയരാജന്റെ മെക്കിട്ട് കയറുകയായിരുന്നു. വർഗവഞ്ചകനെന്ന് വിളിച്ചുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്തേക്ക് വന്നതോടുകൂടിയാണ് CPM-കാരെല്ലാവരും കൂടി ഒരു പക്ഷത്ത് നിന്ന് ഇപ്പോൾ അങ്ങ് ഇളകിയത്. അതിന്റെ കൂട്ടത്തിലാണ് G സുധാകരന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ അടി മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. താൻ എന്തോ വലിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു എന്ന മട്ടിലാണ് ഗോവിന്ദന്റെ വാചകമടിയൊക്കെ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാ ത്യാഗവും സഹിക്കുന്ന തൊഴിലാളി നേതാവ്. വിപ്ലവം അടിമുടി തന്നിലാണ് എന്നാണ് ഗോവിന്ദൻ കരുതുന്നത്. എന്നാൽ CPM കണ്ടതിൽ വെച്ച് ഏറ്റവും മരവാഴയായ പാർട്ടി സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. അട്ടർ വേസ്റ്റ്, ഭൂലോക തോൽവി. ഇത് നാട്ടുകാരും പാർട്ടിക്കാരും പറയുന്ന കാര്യമാണ്. ഇവനെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്ന് പാർട്ടിക്കാർ തുറന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ലവലേശം ഉളുപ്പില്ലാതെ പാർട്ടി സെക്രട്ടറി കസേരയിൽ കയറിയിരുന്ന് മറ്റുള്ളവരെ ഭരിക്കാൻ നടക്കുന്നു. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനുമൊക്കെ നട്ടലിന് ഉറപ്പുണ്ട് ഗോവിന്ദ. അതുകൊണ്ടാണ് പാർട്ടിയിലെ ക്രിമിനലുകൾക്കെതിരെ, പുഴുക്കുത്തുകൾക്കെതിരെ അവർ ശബ്ദമുയർത്തിയത്. എന്നിട്ട് അവർ വർഗവഞ്ചകരെന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടി പോരാ. ഒരുത്തന്റെയും മുന്നിൽ നട്ടല് വളക്കില്ല എന്നും പ്രസ്ഥാനത്തിനു വേണ്ടി നിലകൊള്ളുമെന്നും പ്രഖ്യാപിച്ചവരാണ് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനുമൊക്കെ. അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെന്ന് ഇന്നിപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ കാല് നക്കി തുട്ടുകീശയിലാക്കി കുടുംബത്തെ പെരുപ്പിക്കുന്ന നിങ്ങളാണോ അവരെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ ചെല്ലുന്നത്? ഗോവിന്ദനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അണപൊട്ടി ഒഴുകുന്നത്. സുധാകരൻ കണക്കിന് കൊടുത്ത് വിട്ടിട്ടുണ്ട് MV ഗോവിന്ദന്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അതിരൂക്ഷമായി കടന്നാക്രമിച്ച G സുധാകരന് കൈയടിക്കുകയാണ് CPM-കാരും. ഗോവിന്ദൻ സൈദ്ധാന്തികമായും പ്രായോഗികമായും ഒരു വർഗവഞ്ചകനാണെന്നും അദ്ദേഹം അടിയന്തരമായി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നും സുധാകരൻ പറഞ്ഞത്. സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾക്കും ബൂർഷ്വാ വർഗത്തിനും സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ വർഗവഞ്ചന. പാർട്ടി നേതൃത്വത്തിലിരുന്ന് സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഗോവിന്ദനെന്നും പാർട്ടിയുടെ അധപതനത്തിന് അദ്ദേഹം കാരണമാകുന്നുവെന്നും സുധാകരൻ ആരോപിച്ചു. സ്വന്തം ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റുകളിൽ UDF വിജയിച്ചിട്ടും ഗോവിന്ദന് യാതൊരു ഉളുപ്പുമില്ല എന്നും സുധാകരൻ പരിഹസിച്ചു. ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ തയ്യാറാകാത്ത ഗോവിന്ദൻ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നും പാർട്ടി ഉടൻ തന്നെ ഇയാളെ പുറത്താക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടത്. MV ഗോവിന്ദനെ കടിച്ചു കീറുകയായിരുന്നു സുധാകരൻ. പാർട്ടി സെക്രട്ടറി കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് ഗോവിന്ദൻ കോമാളി കളിക്കുന്നുവെന്നാണ് സുധാകരൻ ആരോപിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അയാളെ പുറത്താക്കി കഴിഞ്ഞാൽ അത്രയും പാർട്ടിക്ക് നല്ലതെന്നാണ് സുധാകരൻ പച്ചയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുധാകരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതോടുകൂടി അതിനെ പിന്തുണച്ചുകൊണ്ട് പലരും ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഗോവിന്ദനെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത് എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. അല്ലെങ്കിൽ തന്നെ CPM-ൽ ഇപ്പോൾ വലിയ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയെയും പിണറായി വിജയനെയും മാറ്റണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. ഇതുകൂടാതെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് അപ്രമാദിത്വം കൊടുക്കുന്ന രീതി, ആ ഒരു ശൈലി അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതോടുകൂടി പാർട്ടിയിൽ വലിയ പുകച്ചിൽ, അത് ഏകദേശം പൊട്ടിത്തെറിയിലേക്ക് എത്താറായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചനകൾ. ഇതുവരെ പാർട്ടിക്കകത്ത് എതിർപ്പുകൾ പറഞ്ഞിരുന്നവർ ഇന്നത് പുറത്തിറങ്ങി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും പച്ചയ്ക്ക് പറയുന്നത് ഗോവിന്ദനെയും പിണറായി വിജയനെയും ചവിട്ടി പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ്.
ഇതുകൂടാതെ കണ്ണൂരിലെ പാർട്ടിയിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണനെയും ടി.കെ. ഗോവിന്ദനെയും വർഗവഞ്ചകനെന്ന് എം.വി. ഗോവിന്ദൻ അധിക്ഷേപിച്ചതിനെതിരെ വലിയ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന്റെയും ടി.കെ. ഗോവിന്ദന്റെയും ഒപ്പം നിലയുറപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണമെന്നും താനൊക്കെ എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള ചോദ്യമാണ് അങ്ങ് കണ്ണൂരിൽ നിന്ന് ഉയർത്തുന്നത്. അതായത് അവരുടെ പാർട്ടി കോട്ടയിൽ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജി സുധാകരൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. താൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. താൻ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളല്ല, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതല്ല. പാർട്ടി ഭരണഘടനയിൽ തന്നെ ഒരു മെമ്പർക്ക് മെമ്പർഷിപ്പ് ഉപേക്ഷിക്കാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ കാരണങ്ങളാലാണ് രാജിവെക്കുന്നതെങ്കിൽ അത് പാർട്ടി അംഗീകരിക്കില്ല, പുറത്താക്കുകയാണ് ചെയ്യുക. എന്നാൽ താൻ സ്വയം മാറി നിന്നതാണ്. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന കാര്യം താൻ ബ്രാഞ്ചിൽ പോയി പറഞ്ഞു. അവർ അത് അംഗീകരിച്ചു. മെമ്പർഷിപ്പ് പുതുക്കാതിരുന്ന തന്നെ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നത് തെറ്റാണ്. താനിപ്പോൾ സ്വതന്ത്രനാണെന്നും LDF-ലോ UDF-ലോ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ താൻ പിന്തുണയ്ക്കുമെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. എം.വി. ഗോവിന്ദനെ കണക്കറ്റ് വിമർശിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ കുറച്ചൊന്ന് മയപ്പെടുത്തിയാണ് സുധാകരൻ സംസാരിച്ചത്. പിണറായി വിജയൻ കേരളത്തിലെ പവർഫുള്ളായ രാഷ്ട്രീയ നേതാവായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കരുത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല എന്നും സുധാകരൻ പറഞ്ഞു. മുൻപ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ താനും ശ്രീമതി ടീച്ചറും EP ജയരാജനും ഉൾപ്പെടെയുള്ള ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നും പകരം കൂടെ ഉള്ളവരെ ഒക്കെ ചുമക്കേണ്ട ഗതികേടിലാണ് അദ്ദേഹമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. പിണറായി വിജയന്റെ കുടുംബത്തെക്കുറിച്ച് താൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അക്കാര്യത്തിൽ മാധ്യമങ്ങളിൽ വന്നത് കള്ള റിപ്പോർട്ടുകളാണെന്നും സുധാകരൻ വ്യക്തമാക്കി. താൻ പിണറായി വിജയനെ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല എന്നും എന്നാൽ പാർട്ടിയുടെ നിലവിലെ നിലപാടുകളിൽ ബോധ്യമില്ലാത്തതിനാൽ രാഷ്ട്രീയമായി വിമർശിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. മുൻപ് പിണറായി വിജയനെ നേരിട്ട് വിമർശിച്ചിരുന്ന ആളാണ് സുധാകരൻ. എന്തായാലും ഇപ്പോൾ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കണ്ണൂരിൽ വലിയ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ പാർട്ടി വിട്ട മുൻ നേതാക്കളുടെ തിരിച്ചുവരവിനെ ചൊല്ലി CPM-നുള്ളിൽ പരസ്യ ഭിന്നതയാണ് ഉടലെടുത്തിരിക്കുന്നത്. തെറ്റുതിരുത്തിയാൽ ടി.കെ. ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ എന്നിവരെ തിരിച്ചെടുക്കാമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M.V. ജയരാജന്റെ നിലപാട് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പൂർണ്ണമായും തള്ളിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ UDF സർക്കാരിനെയും 3 വിമത MLA-മാരെയും ലക്ഷ്യമിട്ട് ജയരാജൻ വീണ്ടും രംഗത്തെത്തി. കണ്ണൂർ വിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു M.V. ജയരാജൻ പാർട്ടി വിട്ടവരോട് ആദ്യം മൃദു സമീപനമെടുത്തത്. ജയരാജന്റെ ഈ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു M.V. ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. ജയരാജൻ സംസാരിച്ചത് പാർട്ടിയുടെ ഭാഗമായല്ല. ഓരോരുത്തരും ഓരോ ചാനലിൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ടതില്ല. തെറ്റുതിരുത്തിയാൽ ആരെയും തിരിച്ചെടുക്കും എന്നത് ശരിയാണ്. എന്നാൽ വർഗവഞ്ചനയാണ് ഇവിടെ നടന്ന തെറ്റ്. ജി സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ചു പുറത്തുപോയവരും വിമതരായി മത്സരിച്ചവരുമാണ്. ഇത്തരക്കാരെ വർഗവഞ്ചകരായി തന്നെ കാണും. അവരെ വിമർശിക്കുന്നത് തുടരുമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. ഇതിനുള്ള മറുപടിയുമായിട്ടായിരുന്നു സുധാകരൻ വന്നത്. ഇതിനോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ജയരാജൻ ആദ്യം പറയട്ടെ എന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ മറുപടി. സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യ തിരുത്തലിന് പിന്നാലെയാണ് വിമത MLA-മാർക്ക് തെറ്റുതിരുത്താനുള്ള അവസരമാണിതെന്ന് പറഞ്ഞുകൊണ്ട് M.V. ജയരാജൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. UDF സർക്കാരിന്റെ BJP അനുകൂല നിലപാടുകളെ ചോദ്യം ചെയ്യാൻ വിമതർ തയ്യാറാകുമോ എന്നാണ് ജയരാജൻ ചോദിച്ചത്. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്നും അറബിക്കടലിൽ വലിച്ചെറിയുമെന്നും പറഞ്ഞവർ ഇപ്പോൾ അത് നടപ്പാക്കുകയാണ്. ഇതിൽ 3 വിമത MLA-മാരുടെയും അഭിപ്രായം എന്താണ് എന്ന് M.V. ജയരാജൻ ചോദിച്ചു. M.V. ജയരാജൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് നിങ്ങളോട് ചോദിക്കാനുള്ളത് PM ശ്രീ പദ്ധതിയുമായിട്ട് ആദ്യം കേന്ദ്രവുമായി പാലമിട്ടത് ആരായിരുന്നു ജയരാജ? ജോൺ ബ്രിട്ടാസിനെ ഇറക്കി അങ്ങ് കേന്ദ്രത്തിലോട്ട് ഒരു ബ്രിഡ്ജാസ് പാലമല്ലേ നിങ്ങൾ ഇട്ടത്? എന്നിട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടി പോലും അറിയാതെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോയത്. എല്ലാം പിണറായി വിജയന്റെ ഇടപെടലായിരുന്നു. എന്നിട്ട് കൊണ്ടുപോയി ഒപ്പുവെക്കുകയും ചെയ്തു. അവസാനം CPI ഉടക്കിട്ടപ്പോഴാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തയ്യാറായത്. എന്നിട്ട് വന്നിരുന്ന് വലിയ ന്യായം അടിക്കരുത്. അന്ന് PM ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ കൊണ്ടുപോയി ഒപ്പുവെക്കുമ്പോൾ ഈ പറയുന്ന M.V. ജയരാജന്റെ ഒക്കെ നാവ് എവിടെയായിരുന്നു? എന്തെങ്കിലും ഒരു അക്ഷരം നിങ്ങൾ പ്രതികരിച്ചിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ടാണ് ഇപ്പോൾ ഈ സർക്കാർ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് വിമത MLA-മാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത്. തൊലിക്കട്ടി സമ്മതിക്കണം നിങ്ങളുടെയൊക്കെ. പിണറായി വിജയന്റെ കാലത്ത് ചെയ്യുമ്പോൾ ഓഹോ അത് കൊള്ളാം,
അപ്പോൾ വായിൽ നാവില്ല. എല്ലാ CPMകാരും മാളത്തിൽ പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് നാവ് വന്നത്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഡയലോഗ് അടിക്കുകയാണ്. തീർന്നില്ല, ജയരാജൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി BJPക്കാരനെയാണ് വെച്ചതെന്ന് KPCC ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞിരിക്കുകയാണ്. ഈ നടപടിയോട് വിമത MLAമാർ യോജിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി BJPക്ക് പാദസേവ ചെയ്തത് SIR നടപ്പാക്കിയ ഉദ്യോഗസ്ഥരെയും പ്രസ് സെക്രട്ടറിയായി BJP അനുകൂല ചാനലിന്റെ പ്രവർത്തകനെയുമാണ് വെച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം വിമതർ അനുകൂലിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങളിലെല്ലാം വിമത MLAമാർ നിലപാട് വ്യക്തമാക്കണമെന്നും തെറ്റുകൾ തിരുത്താനുള്ള അവസരം ഉപയോഗിക്കണമെന്നും ജയരാജൻ പറഞ്ഞത്. എന്നാൽ ജയരാജൻ ഈ ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞ് ജയരാജന് ഒന്നാം തരം തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഉടുക്കുകയാണ് ജയരാജനെ. നിങ്ങളാണ് തെറ്റ്, നിങ്ങളാണ് തിരുത്തേണ്ടത്. അന്തം കമ്മികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ടാസ്ക് എന്ന് MV ജയരാജനെ വിമർശിച്ചും പരിഹസിച്ചുകൊണ്ടും ട്രോളുകൾ. ഇപ്പോഴും ഞങ്ങളാണ് ശരിയെന്ന് ഇവരുടെ ധാർഷ്ട്യം. ഇത് ഏത് കാലത്തൊന്ന് തീരുമെന്ന് നമുക്കറിയില്ല. ആദ്യം നീയൊക്കെ പോയി തെറ്റ് തിരുത്തൂ എന്നാണ് ജയരാജനുള്ള ഒന്നാം തരം മറുപടി. പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണോ അന്തങ്ങളെ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ ചെയ്ത തെറ്റ്? പുഴുക്കുത്തുകളെ ചവിട്ടി പുറത്താക്കണമെന്ന് അവർ പറഞ്ഞതാണോ തെറ്റ്? തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെ പാർട്ടി നിരന്തരം അധിക്ഷേപിച്ചു, അപമാനിച്ചു. പാർട്ടിയിൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ പുറത്തേക്കിറങ്ങി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതാണോ അവർ ചെയ്ത തെറ്റ്? എന്നിട്ടും വന്നിരുന്ന് തെറ്റ് തിരുത്തിയാൽ അവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്നൊക്കെയുള്ള ഔദാര്യം വെക്കുന്നത് ഉളുപ്പില്ലായ്മയാണ്. കാരണം അവർ ഇനി തിരികെ വരാൻ പോകുന്നില്ല ഈ ഒരു പ്രസ്ഥാനവുമായിട്ട്. അതായത് ഈ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പിണറായിയുടെ കൂട്ടത്തിലുള്ള ഒരു ഗ്രൂപ്പ്, അല്ലാതെ CPM എന്നതിനെ ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ ഗ്രൂപ്പിലേക്ക് തിരികെ വരാൻ തൽക്കാലം അവർക്ക് സൗകര്യമില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചു മറുപടി കൊടുത്തിരിക്കുന്നത്. നമ്മൾ തോറ്റുവെന്നും ജനങ്ങൾ നമ്മളെ തോട്ടിലെറിഞ്ഞുവെന്നും തിരികെ വരണമെന്നും പ്രവർത്തകർ അലമുറയിടുമ്പോൾ ഞങ്ങൾ അങ്ങ് കൊമ്പത്താണെന്നാണ് നേതാക്കന്മാരുടെ അഹങ്കാരം. കുഞ്ഞികൃഷ്ണനെയും ഗോവിന്ദനെയും മര്യാദ പഠിപ്പിക്കാൻ ചെന്ന MV ജയരാജന് പാർട്ടിക്കാർ തന്നെ നല്ല ഒന്നാന്തരം മറുപടികൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അവർ നേരിന്റെ വഴിക്കാണ്. നിങ്ങളുടെ തെറ്റ് തിരുത്തി അവരുടെ കൂടെ കൂടുന്നതാണ് നല്ലത് എന്നാണ് ജയരാജനുള്ള മറുപടി. അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ലേ എന്നാണ് ജയരാജനോട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തിരുത്തി, അവർ രക്ഷപ്പെട്ടു. അതിൽ അസൂയ തോന്നിയിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ തിരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ 35-ൽ നിന്ന് 15-ലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് പറഞ്ഞത് തെറ്റായി പോയോ? അതിന്റെ പേരിൽ പാർട്ടിയുമായി വലിയ പ്രശ്നത്തിലേക്കെത്തി. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടു. അപ്പോൾ കട്ടു എന്ന് പറഞ്ഞതാണോ തെറ്റ്? അതോ ഫണ്ട് കട്ടതാണോ തെറ്റ്? അന്തം കമ്മികളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ കട്ടു എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ഇപ്പോൾ തെറ്റായി പോയത്. അധികാരമോഹികളായ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും താങ്ങുന്ന താങ്കളെ പോലെയുള്ള കപട കമ്മ്യൂണിസ്റ്റുകാരെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത്. എന്നിട്ട് വേണം പുതിയൊരു കമ്മ്യൂണിസത്തിലേക്ക് സഖാവ് TK ഗോവിന്ദൻ മാഷ് പോലെയും കുഞ്ഞികൃഷ്ണേട്ടനെ പോലെയുമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തിരികെ വരേണ്ടതും. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ? നിങ്ങളാണ് ആദ്യം തിരുത്തേണ്ടത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടിയവരെ അടിച്ചമർത്തുകയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നിങ്ങളുടെ ഗുണ്ടായിസ നയങ്ങൾ? നിങ്ങളെ പോലെയുള്ള നേതാക്കളുള്ള കാലം ഈ പ്രസ്ഥാനം രക്ഷപ്പെടാൻ പോകുന്നില്ല. എഴുതി വെച്ചോളൂ. ബംഗാൾ, ത്രിപുര അതിലും വലിയ വിഷമഘട്ടത്തിലായിരിക്കും കേരളത്തിലെ CPM കടന്നുപോകാൻ പോകുന്നത്. ആര് തിരുത്തണം? സ്വന്തം പാർട്ടിയുടെയും പാർട്ടിക്കാരുടെയും കൊള്ളരുതായ്മകൾ തുറന്നു പറഞ്ഞ അവരോ? അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, പുഷ്പം പോലെ ജയിച്ചു. അവർക്കൊപ്പം ജനങ്ങൾ നിന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ തെറ്റ് നിങ്ങൾക്കാണ് പറ്റിയത് എന്ന് ജയരാജനോട് പച്ചയ്ക്ക് പലരും ചോദിക്കുന്നു. ഇങ്ങനെ ജയരാജന് നേരെ വലിയ വിമർശനങ്ങളാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പമാണ് കണ്ണൂർ CPMൽ വലിയ പൊട്ടിത്തെറി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും G സുധാകരനെയും ഒക്കെ ചൊറയാൻ ചെന്നിട്ട് മാന്ത് മേടിച്ചു കൂട്ടുന്നതും അടിയിരന്ന് മേടിക്കുന്നതും CPMകാർ തന്നെയാണ്. നിങ്ങളുടെ തെറ്റ് തിരുത്തൂ എന്നാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.